ടൗൺ ഹാളില് മൈമാണ് ഇന്നത്തെ ആദ്യത്തെ മത്സര ഇനം. അപ്പൊ ദാ മൈമ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, പേരെന്താ? ജസ്വിൻ, അലൻ, കൗസ്തും, ജസ്വിൻ, ഡിക്സൺ. കുറച്ചു പേരൊക്കെ മേക്കപ്പ് മാറ്റാനൊക്കെ ആയിട്ട് പോയിരിക്കല്ലേ, കുറച്ചു പേരെ ഇവിടെ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ല, ഞങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്തു. പിന്നെ കോൺഫിഡൻസ് ഉണ്ടോ? പ്രൈസ് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ചെറിയൊരു കോൺഫിഡൻസ്. ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് ഇന്നത്തെ ഒരു ആദ്യത്തെ മത്സരം എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറിയത്. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നോ കയറുന്ന സമയത്ത്? കുറച്ചുണ്ടായിരുന്നു. അപ്പൊ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോ എന്താ തോന്നണേ? സന്തോഷം. അപ്പൊ എല്ലാവരും സന്തോഷത്തിലാണ്. ആ ഒരു ആദ്യത്തെ പെർഫോമൻസ് ആണ്, കലോത്സവം തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്ട്രാ ടെൻഷനും കൂടെ ഉണ്ടാവും ഇവർക്ക് അല്ലേ? അപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോ ഇതാ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് റിസൾട്ട് അറിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ, റിസൾട്ട് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ളതാണ്. കയറാൻ പോവാണല്ലേ? ഏതാ സ്കൂള്? ടെൻഷൻ ഉണ്ടോ? നല്ല കൂളാണ്. നേരത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നോ? കുറച്ച് നേരത്തെ തുടങ്ങി കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് കയറാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അങ്ങനെ കാണണ്ടാന്ന് പ്ലാൻ ചെയ്തിട്ടാ? അങ്ങനെയൊന്നുമില്ല, കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് നമ്മുടെ പെർഫോമൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ഓൾ സെറ്റ്, എല്ലാം സെറ്റ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇത് ആവാൻ പോകുന്ന ദിവസം ഫസ്റ്റ് ഡേ ആണ് കലോത്സവത്തിന്റെ. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോ ടെൻഷൻ കൂടുതലുണ്ടോ? ടെൻഷന്റെ ആവശ്യമില്ല, ഇല്ല. നമ്മള് സെറ്റ് ആണ്, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പോ ചെസ് നമ്പർ വിളിക്കും, അപ്പൊ ഇത്തിരി ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷൻ ഇല്ല. എന്തൊക്കെ ചോദിച്ചാലും ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കണം, പ്രൈസ് മേടിക്കണം. റിസൾട്ട് വന്നിട്ടല്ലേ ഇപ്പൊ ഉള്ളൂ അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഫോൺ ഗാലറി കലോത്സവ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് അഭിനവ് കൃഷ്ണയാണ്. ഹായ്. ഹായ്, ഞാൻ ഇരിഞ്ഞാലക്കുട ഉപജില്ലയിലെ GUPS വടക്കങ്ങര സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ വായനാ വസന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചതിൽ എനിക്കായിരുന്നു 1ാം സ്ഥാനം കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ ഒരു വർഷത്തിൽ 100-ലധികം പുസ്തകങ്ങൾ വായിച്ചു. എനിക്കതുപോലെ തന്നെ ബഷീറിൻ്റെ, അതുപോലെ MT വാസുദേവൻ നായർ, അവരുടെയൊക്കെ കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. രചനാ മത്സരം, അതായത് കഥാരചന, അതിനല്ലേ മത്സരിച്ചത്? അതെ അതെ. അപ്പൊ കഥാരചന കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ടോപ്പിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ നന്നായിട്ട് തന്നെ എഴുതി. ടോപ്പിക്ക് ഇനിയൊന്നും പറയണ്ട, ബാക്കി എനിക്കറിയാമെന്നായിരുന്നു ടോപ്പിക്ക്. അപ്പൊ ആ ടോപ്പിക്ക് കേട്ട ഉടനെ എന്ത് തോന്നി? കുറെ എഴുതാനുള്ള ഐഡിയാസ് മനസ്സിൽ വന്നോ, അതോ എന്താ തോന്നിയ? അല്ല, ഞാൻ കുറെ നേരം ആലോചിച്ചിട്ടാണ് അതിലേക്കുള്ള ഇത് കിട്ടിയത്. ഞാൻ ഇങ്ങനെ ഒരു പോലീസ് കേസിൽ പെട്ട ഒരാളെ ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് അവരറിയാതെ തന്നെ പിടിച്ചോണ്ട് പോണ ഒരു കഥയാണ് എഴുതിയത്. അതുപോലെ തന്നെ ഉപജില്ലയിൽ ഞങ്ങൾക്ക് പുഴ പറഞ്ഞ കഥയായിരുന്നു. ഞാൻ 2018 പ്രളയവുമായി ബന്ധപ്പെടുത്തി എഴുതി. അപ്പൊ ഈ കഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോ നമുക്കിങ്ങനെ കുറച്ച് സമയത്തിലാണല്ലോ നമ്മൾ ഈ കഥ എഴുതുക. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മുഴുവൻ എഴുതാനായിട്ട് പറ്റിയോ? പറ്റി. എനിക്ക് കുറച്ചു നേരം ആലോചിക്കേണ്ടി വന്നു, അത് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങി. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഥയൊക്കെ എഴുതാറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഉപജില്ലയിൽ ആദ്യമായിട്ട് എഴുതിയതാണ്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിടത്തുനിന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാട് കഥ വായിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ബുക്സ് വായിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ? സ്കൂളിലപ്പോൾ അങ്ങനെ നല്ല വായനാശീലമുള്ള ഒരു കുട്ടിയാണ്. അതെ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയിലും, സ്കൂൾ ലൈബ്രറിയിലും, പഞ്ചായത്ത് ലൈബ്രറിയിലൊക്കെ എനിക്ക് അംഗത്തുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ബുക്കുകളൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് എപ്പോഴും വായനയാണോ? ഹോബി അതാണോ? എപ്പോഴും വായനയല്ല, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. ആരാ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ പുതിയ ബുക്ക് വാങ്ങി തരാനും ഈ ബുക്ക് വായിച്ചോളാം സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ആരാ? അതിന് ഞാൻ തന്നെ ബുക്കുകൾ തിരഞ്ഞെടുക്കാറ്. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും, അഭിനവിനെ പോലെ അത്ര വായിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അവർക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അഭിനവ് പറയുന്ന കേൾക്കുമ്പോൾ. അപ്പൊ അവരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക് ഏതായിരിക്കും? ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബുക്ക് ഏതായിരിക്കും? ബഷീറിന്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇൻസ്പയർ ആവും, പിന്നെയും വായിക്കാനായിട്ട് തോന്നും അല്ലേ? അപ്പൊ അങ്ങനെ ബഷീറിന്റെ ബുക്സ് വായിക്കാനാണ് അഭിനവിന്റെ സജഷൻ. എന്തായാലും റിസൾട്ട് വരുന്നേ ഉള്ളൂ. നമുക്ക് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? എഴുത്തൊക്കെ കഴിഞ്ഞപ്പോ എന്താ തോന്നണേ?
നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും എ ഗ്രേഡ് കിട്ടുന്ന പ്രതീക്ഷ. എ ഗ്രേഡിൽ കുറഞ്ഞതൊന്നുമില്ല, അതിനൊക്കെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് അഭിനവ്. ഇപ്പൊ മാത്രമല്ല, ഇനിയും ഒരുപാട് എഴുതണം, ഒരുപാട് നല്ല കഥകളും. കഥ മാത്രമേ ഉള്ളൂ, കവിത ഉണ്ടോ? ഇല്ല, കവിത എഴുതണില്ല. കഥയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് കഥകൾ എഴുതണം, ഒരുപാട് എഴുത്തുകൾ എഴുതണം, വായിക്കണം. അങ്ങനെ നല്ലൊരു ഭാവി ആശംസിക്കുകയാണ് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ദാ നമ്മള് കലോത്സവ വിശേഷങ്ങളാണ് കുന്നംകുളം ദ ഒറിജിനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഹയർ സെക്കൻഡറി കേരള നടന മത്സരം തുടങ്ങാനായിട്ട് പോവാണ്. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേരെന്താ? നന്ദന. നന്ദന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഏത് സ്കൂളാ? വെൻപനാട്. ഓക്കെ. അപ്പൊ നമ്മള് മത്സരത്തിന് കയറാനായി നിൽക്കുക. ചെസ് നമ്പർ കിട്ടിയോ? റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോ പോകണം. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം ആ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ടെൻഷൻ ഇല്ല. നമ്മളിങ്ങനെ മത്സരം ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ വേറെ ആൾക്കാരുടെ മത്സരം നമ്മൾ കാണാറുണ്ടോ? കയറുന്നതിന് മുൻപ് കാണാറുണ്ട്. അങ്ങനെ കാണുന്നോണ്ട് ടെൻഷൻ ഒന്നുമില്ല. കോൺഫിഡന്റ് ആണ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉടനീളം ഉണ്ടാവട്ടെ. അങ്ങനെ പ്രൈസ് അടിക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്ന 2 ടീച്ചേഴ്സാണ്. ഏത് സ്കൂളിൽ നിന്നാ? SN ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൽ നിന്ന് എത്ര മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ? 15ഓളം. അപ്പൊ അത്രയും കുട്ടികളെയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ പല ദിവസങ്ങളായിട്ടാവും മത്സരങ്ങള്. നല്ല പണിയായിരിക്കും അല്ലേ? കുട്ടികളും ഞങ്ങളും നല്ല സന്തോഷത്തിലുമാണ് പരിപാടി പങ്കെടുക്കുന്നതിന്റെ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതെ, നമ്മൾ ഉപജില്ലയിലും ജയിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ വരാൻ പറ്റും. ഇത്രയും കുട്ടികളെയും കൊണ്ട് ഇത്രയും ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോ ഇന്നിപ്പോ ആദ്യ ദിവസമായിട്ട് ഏതൊക്കെ മത്സരങ്ങൾ പങ്കെടുത്തു? ഇന്ന് കഥാരചന മലയാളം ഉണ്ട്, പിന്നെ കേരള നടനം, പിന്നെ നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട്, ശാസ്ത്രീയ സംഗീതം. അപ്പൊ ഇതുപോലെ ഇനി അടുത്ത ദിവസങ്ങളിലും കുട്ടികളായിട്ട് ഇവിടെ ഉണ്ടാവും അല്ലെ? നിങ്ങളാണോ ചാർജുള്ള ടീച്ചേഴ്സ്? അല്ലല്ല, ഓരോ ദിവസം ടീച്ചേഴ്സ് മാറി മാറി വരും. ഇന്ന് ഞങ്ങൾ വന്നു, ഇനി വേറെ കുട്ടികളായിട്ട് വരും. ഗ്രൂപ്പ് ഐറ്റംസുകൾ ഉണ്ട്, 3 വിഭാഗത്തോളം ഉണ്ട്. ടീച്ചറുടെ പേരെന്താ? സൗമ്യ. രാഖി. ശരി, എന്തായാലും എല്ലാ മത്സരങ്ങളിലും നല്ല വിജയം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. കുന്നംകുളം കലോത്സവം എല്ലാവരും മഴയിൽ മുങ്ങോന്ന് ഇങ്ങനെ സംശയിച്ചിരിക്കുകയായിരുന്നു. രാവിലെ നല്ല വെയിലാണെങ്കിൽ ഉച്ചയോടുകൂടി നല്ല മഴയായി. ഇപ്പൊ ആ മഴയൊക്കെ ഒന്ന് തോർന്നിരിക്കുന്ന സമയമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഒരാള്. എന്താ പേര്? ഭുവനേന്ദു. ഭുവനേന്ദു. നമ്മുടെ കലോത്സവത്തിനെ പറ്റി ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ആ പേരിനെ പറ്റി ചോദിക്കട്ടെ. നല്ല വെറൈറ്റി പേരാണല്ലോ. ആരെ പേര്? അമ്മയാണോ സജസ്റ്റ് ചെയ്തത്? അച്ഛനാണ്. അച്ഛന്റെ സജഷനാണ്. വെറൈറ്റി പേരുകളൊക്കെ കണ്ടുപിടിക്കാറില്ലേ? പിന്നെ ഭുവനേന്ദു നാടോടി നൃത്തമായിരുന്നു അല്ലേ? മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ കളിച്ചല്ലോ. റിസൾട്ടിന്റെ കാര്യം പിന്നെ എല്ലാവരും കഴിഞ്ഞു വരുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും. ഇപ്പൊ ഗ്രേഡ് മാത്രമേ അവര് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എ ഗ്രേഡ് ഉണ്ട് അല്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ പെർഫോമൻസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. അപ്പൊ പെർഫോമൻസ് ഉച്ച സമയമാണ്. നല്ല ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല വിശന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വിശന്ന് വന്ന് ഇവിടെ നമ്മള് ഭക്ഷണം കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മള് നല്ല റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ ഒരു കലോത്സവം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കുറെ നാളായിട്ട് കലോത്സവം ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഒരു കലോത്സവം? നമുക്ക് എങ്ങനെ വിലയിരുത്താം? കാരണം കുഴപ്പമില്ല പറയാം. മഴ മാത്രമേ ഒരു വില്ലനായിട്ട്. അപ്പൊ എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങിയത്, LKG മുതല്. ഇപ്പൊ വീണ്ടും തുടർന്ന് +2 ആയി. ഏതാ സ്കൂള് പറഞ്ഞില്ല? SNMHS. അപ്പൊ അങ്ങനെ നമ്മള് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി പല വേദികളിലും കയറാനുള്ളതല്ലേ. ഓൾ ദി ബെസ്റ്റ്. വീണിതല്ലോ പാർശ്വനീ പ്രസ്ഥാന